CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ വികസനം മുരടിച്ചതായും കുമരമത്തൂർ അലനല്ലൂർ റോഡ് നവീകരണത്തിൽ MLA പരാജയപ്പെട്ടതായും CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. സർക്കാർ പണം അനുവദിച്ചിട്ടും അത് കൃത്യമായി നടപ്പിലാക്കി റോഡാക്കി മാറ്റാൻ MLAക്ക് പ്രാപ്തിയില്ലെന്ന് കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. മണ്ണാർക്കാട് മണ്ഡലത്തിൽ യഥാർത്ഥ വികസനം നടന്നത് തന്റെ കാലത്താണെന്ന് അവകാശപ്പെട്ട് മുൻ MLA ജോസ് ബേബി. 11 പാലങ്ങളാണ് തന്റെ ഭരണകാലത്ത് മണ്ഡലത്തിൽ നിർമ്മിച്ചതെന്ന് ജോസ് ബേബി പറഞ്ഞു. കഴിഞ്ഞ 15 വർഷം നാടമുറിക്കാൻ മാത്രമുള്ള MLA ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്നും ജോസ് ബേബി പറഞ്ഞു. വോട്ടർ ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ ഭാഗമായി നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ പോലീസ് 11 ജേതാക്കളായി. ആവേശം നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് കളക്ടേഴ്സ് 11 പരാജയപ്പെടുത്തിയാണ് പോലീസ് ടീം കിരീടം ചൂടിയത്. മാങ്ങോട് രംഗശ്രീ കഥകളി ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ കഥകളി പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. മാങ്ങോട് ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാര സമർപ്പണ സമ്മേളനം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. കഥകളി പുരസ്കാര ചടങ്ങ് ഭദ്രദീപം കൊളുത്തി നമ്മുടെ പ്രിയപ്പെട്ട പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കഥകളി പുരസ്കാര സമർപ്പണം നടക്കും. ആദ്യമായിട്ടുള്ളത് രംഗശ്രീ. എല്ലാവരും അപ്പുണ്ണിത്തരകൻ എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് അപ്പുണ്ണി ആശാൻ എന്നേ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് ഇന്ന് കഥകളി രംഗത്ത് ഏറ്റവും മുടിചൂടാ മന്നനായിട്ടിരിക്കുന്ന കലാമണ്ഡലം ഡോക്ടർ പത്മശ്രീ ഗോപി ആശാൻ. അദ്ദേഹത്തിനെ അതിൽ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ഈ സംഘാടകരായിരുന്നു ഉത്തരം പറയേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു സംശയവുമില്ലാതെ അപ്പുണ്യാശാൻ്റെ പേരുള്ള അവാർഡ് നൽകി ആദരിക്കുന്നത് കഥകളി രംഗത്ത് ഇന്നത്തെ ഏറ്റവും വലിയ ആചാര്യസ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കലാമണ്ഡലം ഗോപി ആശാനാണ്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ PM വാര്യർ ഡോക്ടർ കലാമണ്ഡലം ഗോപിക്ക് കേശഭാരം കഥകളി പുരസ്കാരവും അണിയലം കഥകളി പുരസ്കാരം ചമ്മന്നൂർ ചന്ദ്രൻകുട്ടി തരകനും സമർപ്പിച്ചു. നാദലയ കഥകളി പുരസ്കാരം സദനം വാസുദേവന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ T രാജേഷ് കുമാറും നൽകി. 10,000 രൂപയും പ്രശസ്തി പത്രവും അംഗവസ്ത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര ജേതാവ് പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി ആശാൻ പുരസ്കാരം സമർപ്പിച്ച കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ സാർ രംഗശ്രീയുടെ നന്ദി അറിയിക്കുന്നു. നാദലയം പുരസ്കാരം ലഭ്യമായ സദനം വാസുദേവനാശാനും പുരസ്കാരം സമർപ്പിച്ച കലാമണ്ഡലം കൽപ്പന സർവകലാശാലയുടെ രജിസ്ട്രാർ ശ്രീ T രാജേഷ് കുമാർ സാറിന് രംഗശ്രീയുടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട
ചമ്മന്നൂർ ചന്ദനകുട്ടി തരകനെയും സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. ചടങ്ങിൽ ഡോക്ടർ എം എൻ വിനയ്കുമാർ അധ്യക്ഷത വഹിച്ചു. രംഗശ്രീ കൺവീനർ കലാമണ്ഡലം ശിവരാമൻ, ദേവസ്വം മാനേജർ എം പങ്കജാക്ഷൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ബിജുമോൻ പന്തിരിക്കുലം, ജോയിന്റ് കൺവീനർ രാധാകൃഷ്ണൻ കളത്തൊടി, കെ ബി രാജാനന്ദ്, അപ്പുക്കുട്ടൻ സ്വരലയ, പി അനിൽകുമാർ, എം വി രാജൻ, കെ ശിവരാമൻ, ജയപ്രസാദ് പാറോക്കോട്ട്, പുരസ്കൃതരായ ഡോക്ടർ കലാമണ്ഡലം ഗോപി, സദനം വാസുദേവൻ, ചമ്മന്നൂർ ചന്ദ്രൻകുട്ടി തരകൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ദാരികവധം കഥകളി അരങ്ങേറി. CCN ചെറുപ്പുളശ്ശേരി. തൃക്കടേരി PTM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 30ാം വാർഷികാഘോഷവും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും സംഘടിപ്പിച്ചു. പ്രമുഖ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രാധ്യാപകൻ VK അബൂബക്കർ സിദ്ദിഖ്, മലയാളം അധ്യാപകൻ ബാലകൃഷ്ണൻ തച്ചറോത്ത്, കായികാധ്യാപകൻ ഷെല്ലി V വാമറ്റത്തിൽ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. പ്രിൻസിപ്പൽ V മുഹമ്മദ് അഷറഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് MV സുധ സ്വാഗതം പറഞ്ഞു. വിരമിക്കുന്ന അധ്യാപകർക്കുള്ള സ്നേഹോപഹാര സമർപ്പണം PTA പ്രസിഡന്റ് ഹംസ കിളായിൽ നിർവഹിച്ചു. ചടങ്ങിൽ മാനേജർ P മുഹമ്മദ്, MPTA പ്രസിഡന്റ് MK ജമീല, M സതീദേവി, O കുഞ്ഞു മുഹമ്മദ്, T അഫ്സൽ ബാബു, MH റിയാസുദ്ദീൻ എന്നിവർ ആശംസകൾ നേർന്നു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. CCN ചെറുപ്പുളശ്ശേരി. മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ച് ചവിട്ടുകളി നടന്നു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ചവിട്ടുകളി സംഘങ്ങൾ ആവേശത്തോടെ ചുവടുവെച്ചു. Yeah.
CCN ചെർപ്പുളശ്ശേരി. ഗ്രാമീണ പാതകളിലും ക്ഷേത്ര സന്നിധിയിലും വർണ്ണം വിതറി ചെർപ്പുളശ്ശേരി മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല ആഘോഷിച്ചു. 4 ദേശങ്ങളിൽ നിന്നായി 30-ലേറെ ഇണക്കാളക്കോലങ്ങൾ വാദ്യഘോഷവുമായി കാവിലെത്തി. പൂരത്തിന് മുന്നോടിയായുള്ള കാളവേലയാണ് വ്യാഴാഴ്ച വലിയ ആറാട്ടോടെ ആഘോഷിച്ചത്. ആർപ്പുവിളിയും വാദ്യമേളങ്ങളുമെല്ലാം കാളവേല എഴുന്നള്ളിപ്പുകളിൽ ആഹ്ലാദാവേശം നിറച്ചു. രാവിലെ ചന്തമണിയിച്ച് കാളവേലകൾ വ്യാഴാഴ്ച അർദ്ധരാത്രിക്കു ശേഷം ക്ഷേത്ര മൈതാനത്തെത്തി. 4 ദേശങ്ങളിൽ നിന്നായി 30-ലേറെ ഇണക്കാളക്കോലങ്ങൾ വാദ്യഘോഷവുമായി കാവിലെത്തി. വെളിച്ചപ്പാട് അരിയെറിഞ്ഞതോടെ കാളയിറക്കവുമുണ്ടായി.
CCN ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ യഥാർത്ഥ വികസനം നടന്നത് തന്റെ കാലത്താണെന്ന് അവകാശപ്പെട്ട് മുൻ MLA ജോസ് ബേബി. 1 അല്ല 11 പാലങ്ങളാണ് തന്റെ ഭരണകാലത്ത് മണ്ഡലത്തിൽ നിർമ്മിച്ചതെന്ന് ജോസ് ബേബി പറഞ്ഞു. കഴിഞ്ഞ 15 വർഷം നാടമുറിക്കാൻ മാത്രമുള്ള MLA ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്നും ജോസ് ബേബി പറഞ്ഞു. 11 പാലങ്ങൾ മണ്ണാർക്കാട് മണ്ഡലത്തിൽ നെല്ലിപ്പുഴ പാലം, അരിയൂർ പാലം, കാരാപ്പാലം, ആനമൂളി പാലം, ആവണക്കുന്ന് പാലം, പാക്കുളം പാലം, മുറിയങ്കണ്ണി പാലം, കൊമ്പങ്കല്ല് പാലം, സാമ്പാർകോട് പാലം, പുതൂർ പാലം, കുറവമ്പാടി പാലം. 11 പാലങ്ങളാണ് നമ്മുടെ കാലത്ത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഈ മണ്ണാർക്കാട് മണ്ഡലത്തിൽ നമ്മൾ നടപ്പാക്കിയത്. അടിസ്ഥാനപരമായ വികസനങ്ങൾ, മണ്ണാർക്കാട് മിനി സേഫ് സ്റ്റേഷൻ, മണ്ണാർക്കാട് KSRTC ഡിപ്പോ, മണ്ണാർക്കാട് ഫയർ സ്റ്റേഷൻ, IHRDയുടെ കോളേജ് അട്ടപ്പാടിയിൽ, അതുപോലെ കോട്ടത്തറയിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്, അതുപോലെ ആര്യമ്പാവിലെ നമ്മുടെ യാത്രീ നിവാസ്, കാഞ്ഞിരപ്പുഴ ടൂറിസം കേന്ദ്രമാക്കിയത് ആ കാലത്ത്, സൈലന്റ് വാലിയിലും ശിരുവാണിയിലും ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത്. അങ്ങനെ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിന്റെ അടിസ്ഥാനപരമായ വികസനം ഉണ്ടല്ലോ, നാടിന് നാളുകളിൽ ആവശ്യമുള്ള വികസനം, ആ വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് മാത്രമേ, അന്ന് ഞാൻ MLA ആയിരുന്ന കാലത്ത് മാത്രമേ നടപ്പായിട്ടുള്ളൂ. 15 വർഷമായി ഒരു MLA ഇവിടെ ഭരണത്തിലിരിക്കുകയാണ്. അദ്ദേഹം വരുന്നുണ്ട്, ലീഗുകാർക്കുള്ള അസംതൃപ്തി അതാണ്. അദ്ദേഹം വരുന്നു, ഇവിടെ അത്യാവശ്യം ഒരു പരിപാടിയിൽ നാടമുറിക്കുന്നു, അതിന്റെ ഫോട്ടോ എടുക്കുന്നു, മാധ്യമങ്ങൾ കൊടുക്കുന്നു, തിരിച്ചു പോകുന്നു. ഇങ്ങനെ ഒരു MLA ആണ് ഇപ്പൊ മണ്ണാർക്കാട് നിന്ന് ജയിച്ചു പോയിട്ടുള്ളത്. അദ്ദേഹം 4ാമതും തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ അതിന്റെ അസംതൃപ്തി സ്വാഭാവികമായും എല്ലാ ഭാഗത്തുനിന്നുണ്ടാവും. ജനങ്ങൾക്ക് അതിൽ അസംതൃപ്തിയുണ്ട്. ആ അസംതൃപ്തി, നാട്ടിലെ ജനങ്ങളുടെ അസംതൃപ്തി വോട്ടുകളാക്കി മാറ്റണമെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അവരെ തയ്യാറാക്കുന്ന പണി നമ്മൾ ചെയ്യണം. ആ പണി ചെയ്യുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരായ നമ്മളും ഈ നാട്ടിലുള്ള ജനങ്ങളെ സജ്ജമാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ കൂട്ടായും ആ പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി കഴിഞ്ഞ 3 ടേമായി 15 വർഷമായി ഒരാൾ ജയിച്ചു പോവുകയാണ്, ഒരു കാര്യവും ചെയ്യാത്ത ഒരാള്. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ വികസനം മുരടിച്ചതായും കുമരമ്പത്തൂർ അലനല്ലൂർ റോഡ് നവീകരണത്തിൽ MLA പരാജയപ്പെട്ടതായും CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. സർക്കാർ പണം അനുവദിച്ചിട്ടും അത് കൃത്യമായി നടപ്പിലാക്കി റോഡാക്കി മാറ്റാൻ MLAക്ക് പ്രാപ്തിയില്ലെന്ന് കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. മണ്ണാർക്കാട് ടൗണിൽ കൂടെ പോകുന്ന ദേശീയപാത എങ്ങനെയായിരുന്നോ? അപ്പൊ അവർ പറയുന്നത് ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ യൂണിയൻ ഗവൺമെന്റിന്റെയാണ്. സ്ഥലം സാറന്മാരെ സംസ്ഥാന സർക്കാർ എടുത്തു കൊടുത്തത്. സ്ഥലം സംസ്ഥാന സർക്കാർ എടുത്തു കൊടുത്തതുകൊണ്ടാണ് നാഷണൽ ഹൈവേക്ക് റോഡ് ഉണ്ടാക്കാൻ പറ്റിയത്. ഇങ്ങനത്തെ റോഡുകൾ 10 കൊല്ലം കൊണ്ടല്ലേ ഈ കേരളത്തിൽ ഉണ്ടായത്. ഞാൻ നമ്മുടെ ഈ മൻസിൽ അബൂബക്കറിന്റെ ഉമ്മ മരിച്ചു ഒരു 2-3 ദിവസം മുമ്പ്. അപ്പൊ അറിഞ്ഞപ്പോ അദ്ദേഹത്തിന് വീട്ടിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി വേഗം പോയിട്ട് തിരിച്ചു വരും വേണം. അപ്പോ ഇങ്ങനെ വന്നപ്പോ എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് നമ്മുടെ മുഹമ്മദ് അല്ലല്ലൂർ മുസ്തഫ പറഞ്ഞു, ദാസേട്ടാ കുമരമ്പത്തൂരിന്ന് നേരെ വരണ്ട, നാട്ടിലിൽ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ നാട്ടുകല്ലിൽ പോയിട്ട് അല്ലല്ലൂർ പോയി, പിന്നെ അങ്ങോട്ട് തിരുവിതാംകുന്ന് അങ്ങോട്ട് പോയത്. തിരുവിതാംകുന്നല്ല, മറ്റേ എടത്തനാട്ടുകാർക്ക് പോയത്. ഈ മണ്ണാർക്കാട് മണ്ഡലത്തിന് മാത്രമേ ഇങ്ങനെ നന്നാവാത്ത റോഡുള്ളൂ. കുമരമ്പത്തൂരിന്ന് അല്ലല്ലൂർക്കുള്ള റോഡ് എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കണു? സംസ്ഥാന സർക്കാർ പണം കൊടുത്തു. പക്ഷേ ഇവിടുത്തെ MLAക്ക് അത് റോഡാക്കി നന്നായിട്ട് അത് റോഡാക്കി ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത MLA, മണ്ണാർക്കാടിനോട് താല്പര്യമില്ലാത്ത MLA. അതുകൊണ്ട് ആ റോഡ് അങ്ങനെ കിടക്കണ്ടേ. ബാക്കിയുള്ള റോഡൊക്കെ ടിപ്പു സുൽത്താൻ റോഡൊക്കെ അതിഗംഭീരമായി. കോങ്ങാട്ട MLA ആ ടിപ്പു സുൽത്താൻ റോഡ് ഉണ്ടാക്കിയത്, അതിന് നേതൃത്വം കൊടുത്തത്. എല്ലായിടത്തും നല്ല റോഡായി, എല്ലാ വിധത്തിലുമായി. മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ 10 കൊല്ലത്തിലധികമായിട്ട് 15 കൊല്ലായി ഒന്നും നടക്കണില്ല, മുരടിച്ചു മണ്ഡലം. നിങ്ങൾ നോക്കുക, ഈ മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ അപ്പുറത്തുള്ള ഒറ്റപ്പാലം മണ്ഡലം, മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ ഇപ്പുറത്തുള്ള കോങ്ങാട് മണ്ഡലം, ഈ മണ്ഡലങ്ങളിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും വികസന പ്രവർത്തനം ഇവിടെ നടന്നോ? വികസന പ്രവർത്തനങ്ങൾ നടത്താൻ മനുഷ്യരോട് പ്രതിബദ്ധതയുള്ള പ്രതിനിധി ഉണ്ടാവണം. അതാ ഞാൻ പറഞ്ഞു, കുമരമ്പത്തൂരിന് അല്ലല്ലൂർക്കുള്ള റോഡ് അങ്ങനെ കിടക്കുന്നത് പ്രതിബദ്ധത ഇല്ലാത്തതുകൊണ്ടാണ്. പണം അനുവദിച്ചിട്ടും റോഡ് നേരെയാവില്ല. അതിന് നാടിനോട് പ്രതിബദ്ധതയുള്ള ജനപ്രതിനിധി ഉണ്ടാവണം. നാടിനോട് പ്രതിബദ്ധത ഉണ്ടാവണമെങ്കിൽ നാട്ടുകാരനാവണം.
നാടിനോട് പ്രതിബദ്ധതയുള്ള ജനപ്രതിനിധി ഉണ്ടാവാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സഖാവ് മൻസിൽ അബൂബക്കറിനെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. CCN മണ്ണാർക്കാട്. വോട്ടർ ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ ഭാഗമായി നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ പോലീസ് 11 ജേതാക്കളായി. ആവേശം നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് കളക്ടേഴ്സ് 11 പരാജയപ്പെടുത്തിയാണ് പോലീസ് ടീം കിരീടം ചൂടിയത്. മലപ്പുറം കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ ഫൈനലിൽ എത്തിയ ടീമുകൾക്ക് പുറമെ പ്രസ് ക്ലബ് 11, വെറ്ററൻസ് ടീം എന്നിവരും മത്സരത്തിന്റെ ഭാഗമായി. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ഇരു ടീമുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും നിശ്ചിത സമയത്തിനുള്ളിൽ നേടിയ ഏക ഗോൾ പോലീസിന് തുണയാവുകയായിരുന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും വോട്ടിംഗിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമായാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ മത്സരം നടത്തിയത്. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ വികസനം മുരടിച്ചതായും കുമരമത്തൂർ അലനല്ലൂർ റോഡ് നവീകരണത്തിൽ MLA പരാജയപ്പെട്ടതായും CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. സർക്കാർ പണം അനുവദിച്ചിട്ടും അത് കൃത്യമായി നടപ്പിലാക്കി റോഡാക്കി മാറ്റാൻ MLAക്ക് പ്രാപ്തിയില്ലെന്ന് കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. മണ്ണാർക്കാട് മണ്ഡലത്തിൽ യഥാർത്ഥ വികസനം നടന്നത് തന്റെ കാലത്താണെന്ന് അവകാശപ്പെട്ട് മുൻ MLA ജോസ് ബേബി. 11 പാലങ്ങളാണ് തന്റെ ഭരണകാലത്ത് മണ്ഡലത്തിൽ നിർമ്മിച്ചതെന്ന് ജോസ് ബേബി പറഞ്ഞു. കഴിഞ്ഞ 15 വർഷം നാടമുറിക്കാൻ മാത്രമുള്ള MLA ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്നും ജോസ് ബേബി പറഞ്ഞു. വോട്ടർ ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ ഭാഗമായി നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ പോലീസ് 11 ജേതാക്കളായി. ആവേശം നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് കളക്ടേഴ്സ് 11 പരാജയപ്പെടുത്തിയാണ് പോലീസ് ടീം കിരീടം ചൂടിയത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.